ഏറ്റവും ആദരണീയരായ സത്യവിശ്വാസികളെ, സഹോദരി സഹോദരന്മാരെ, സർവ്വലോകരക്ഷിതാവായ അല്ലാഹു സുബ്ഹാനഹു തആലയുടെ വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ നിഖില മേഖലയിലും പാലിച്ച് തഖ്വയോടുകൂടി ജീവിതം മുന്നോട്ട് നയിക്കണമേ എന്ന് ആദ്യമായി എല്ലാവരെയും ഉണർത്തുകയാണ്, ഏറെ ഗൗരവത്തോടെ ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു തആല അവൻ്റെ മുത്തഖീങ്ങളിൽ നമ്മേവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. മുസ്ലിം ലോകം ഇന്ന് ഹിജ്റ വർഷം 1447 റജബ് മാസത്തിൽ പ്രവേശിച്ചിരിക്കുകയാണ്. പരിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പവിത്രമാക്കിയ 4 മാസങ്ങളെ നമുക്ക് കാണുവാൻ സാധിക്കും. ആ 4 മാസങ്ങളിൽ അല്ലാഹു എണ്ണിയ ഒരു മാസമാണ് റജബ് എന്ന് പറയുന്നത്. മഹത്വങ്ങളുള്ള, പ്രത്യേകതകളുള്ള ഒരു മാസമാണ് റജബ്. എന്നാൽ റജബ്, ശഅബാൻ മാസങ്ങൾക്കെല്ലാം ഇസ്ലാം നൽകിയ പ്രത്യേകതകൾക്കപ്പുറം അല്ലാഹു സുബ്ഹാനഹു വ തആലയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും പറഞ്ഞു തന്ന, പഠിപ്പിച്ചു തന്ന മഹത്വങ്ങൾക്കും ശ്രേഷ്ഠതകൾക്കും അപ്പുറം ഇസ്ലാം നൽകാത്ത ചില പ്രത്യേകതകൾ ഈ മാസങ്ങൾക്ക് നൽകി വരാറുണ്ട് നമ്മുടെ നാട്ടിൽ. പരിശുദ്ധമായ ഖുർആനിൻ്റെ ആയത്തുകളെ ദുർവ്യാഖ്യാനിച്ചും ദുർബലമായതും നിർമ്മിതമായതുമായ ഹദീസുകൾ കൂട്ടുപിടിച്ചും ഇത്തരം അനാചാരങ്ങൾ നമ്മുടെ നാടുകളിൽ പലപ്പോഴായി നടന്നു വരുന്നുണ്ട്, നമ്മൾ കാണുന്നതാണ്. വിശ്വാസികളായ നമ്മളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിനെയും റസൂലിനെയും സ്നേഹിക്കുന്ന, പിൻപറ്റുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത്തരം അനാചാരങ്ങളിൽ നിന്നും, അന്ധവിശ്വാസങ്ങളിൽ നിന്നും, ബിദ്അത്തുകളിൽ നിന്നുമെല്ലാം പൂർണ്ണമായും മാറി നിൽക്കേണ്ടവരാണ് നമ്മൾ ഓരോരുത്തരും. നാം ഇന്ന് പ്രവേശിച്ചിട്ടുള്ള റജബ് മാസത്തെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, പരിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതാണ്, ഇന്ന ഇദ്ദത ശുഹൂരി ഇൻദല്ലാഹി 12 ശഹറ ഫീ കിതാബില്ലാഹ് യൗമ ഖലഖസ് സമാവാതി വൽ അർള മിൻഹാ അർബഅത്തുൻ ഹുറും. ആകാശഭൂമികളെ അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചത് മുതൽ 12 മാസങ്ങളെ അല്ലാഹ് നിശ്ചയിച്ചിട്ടുണ്ട്. മിൻഹാ അർബഅത്തുൻ ഹുറും. ആ 12 മാസങ്ങളിൽ തന്നെ 4 മാസങ്ങൾ പവിത്രമായ മാസങ്ങളായി അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ചിട്ടുണ്ട്. ഏതൊക്കെയാണ് ആ 4 മാസങ്ങൾ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ദുൽഖഅദ്, ദുൽഹിജ്ജ, മുഹറം, റജബ്. ഈ 4 മാസങ്ങൾക്ക് പ്രത്യേകമായ പവിത്രത പരിശുദ്ധ ഖുർആൻ നൽകിയിട്ടുണ്ട്. എന്നിട്ട് അല്ലാഹു പറയാണ്, ദാലിക ദീനുൽ ഖയ്യിം, ഇതാണ് ഏറ്റവും നല്ല കൃത്യമായ ദീൻ. ഫലാ തുളിമു ഫീഹിന്ന അൻഫുസകും, അതുകൊണ്ട് തന്നെ ഈ പവിത്രമായ മാസങ്ങളിൽ നിങ്ങളോട് തന്നെ അക്രമങ്ങൾ കാണിക്കരുത് എന്ന് പരിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്ത് തൗബയിലെ 36-ാമത്തെ വചനത്തിലൂടെ നമുക്ക് പറഞ്ഞു തരികയും. ഈ ആയത്തിനെ വിശദീകരിക്കുന്നിടത്ത് മഹാനായ ഇമാം ത്വബിരി റഹ്മഹുല്ലാഹ്, മഹാനായ മുഫസ്സിർ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു, സ്വഹാബിയായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഈ ഒരു ആയത്തിനെ വ്യാഖ്യാനിച്ചതായി അദ്ദേഹത്തിൻ്റെ തഫ്സീറിൽ കൊണ്ടുവരികയാണ്. ഒരു മുഅ്മിനിനെ സംബന്ധിച്ചിടത്തോളം, ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം എല്ലാ മാസത്തിലും സ്വന്തത്തോട് അക്രമം കാണിക്കുക എന്നുള്ളത് അവന് നിഷിദ്ധമാണ്. സ്വന്തം ശരീരത്തെ നഷ്ടപ്പെടുത്തുന്ന അധർമ്മങ്ങൾ, തിന്മകൾ ചെയ്യുക എന്നുള്ളത് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഒരു മാസത്തിലും പാടില്ല. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിലൂടെ റജബിനും ദുൽഖഅദിനും ദുൽഹിജ്ജക്കും മുഹറത്തിനും വളരെ പ്രത്യേകതകളും മഹത്വവും കൽപ്പിക്കുകയും
ഈ മാസങ്ങളിൽ ഒരാൾ പാപങ്ങൾ ചെയ്താൽ അത് വലിയ ഗൗരവമുള്ള പാപമാണെന്നും ഈ മാസത്തിൽ ആരെങ്കിലും നന്മകൾ ചെയ്താൽ അത് അതിമഹത്തായ നന്മകളാണെന്നാണ് ഈ ആയത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിച്ചത് എന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞത് എന്ന് മഹാനായ ഇമാം തുബരി റഹ്മഹുല്ലാഹ് അദ്ദേഹത്തിന്റെ തഫ്സീറിൽ കൊണ്ടുവരുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് പറഞ്ഞിട്ടുണ്ട്, യാ അയ്യുഹല്ലദീന ആമനൂ, അല്ലയോ വിശ്വാസികളെ, ലാ തുഹില്ലു ശആയിറല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിൻ്റെ ചിഹ്നങ്ങളെ ഒരിക്കലും അല്ലാഹുവിൻ്റെ ചിഹ്നങ്ങളോട് അനാദരവ് കാണിക്കരുത്. അതോടൊപ്പം അല്ലാഹു കൂട്ടി പറഞ്ഞു, വലശ്ശഹ്റൽ ഹറാം, അല്ലാഹു പവിത്രമാക്കിയ മാസങ്ങളുണ്ട്, ആ മാസങ്ങളോട് ഒരു കാരണവശാൽ നിങ്ങൾ അനാദരവ് കാണിക്കരുത് വിശ്വാസികളെ എന്ന് പരിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. അപ്പോൾ ഈ മാസങ്ങളെ സംബന്ധിച്ചിടത്തോളം, നാം ഇന്ന് പ്രവേശിച്ചിട്ടുള്ള റജബ് മാസത്തെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പവിത്രമായി കാണേണ്ട, ആദരവോടെ കൂടി കാണേണ്ട ഒരു മാസമാണ് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയുക. അതുകൊണ്ട് തന്നെ ഈ മാസത്തിൽ തിന്മകൾ ചെയ്തുകൊണ്ടും പാപങ്ങൾ പേറിയും സ്വദേഹങ്ങളോട് അതിക്രമം ചെയ്യുന്ന ആളുകളിൽ നമ്മൾ ആരും ഉൾപ്പെടാൻ പാടില്ല എന്നാണ് പരിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ പറഞ്ഞത്. അതോടൊപ്പം തന്നെ നമ്മൾ ശ്രദ്ധിക്കുക, ഈ ഒരു മാസത്തിലേക്ക് കടന്ന് നമ്മളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു കൽപ്പിച്ച, റസൂല് പഠിപ്പിച്ചു തന്ന വാജിബായ സുന്നത്തായ ഒരുപാട് കർമ്മങ്ങളുണ്ട്. ആ കർമ്മങ്ങൾ മുഴുവനും ഏറെ ശ്രദ്ധ കാണിക്കാനും ആ കർമ്മങ്ങളെല്ലാം കണിശതയോടെ കൃത്യതയോടെ നിർവഹിക്കാനുമുള്ള ഒരു മാസമാണ് യഥാർത്ഥത്തിൽ നമ്മൾ പ്രവേശിച്ചിട്ടുള്ള ഈ റജബ്. മഹാനായ ഇബ്നു ഖത്താദ റളിയല്ലാഹു അൻഹു പറയാണ്, അൽ അമലു സ്വാലിഹ് അഅ്ലമു അജ്റൻ ഫിൽ അശ്ഹുരിൽ ഹറം. ഈ പവിത്രമായ മാസങ്ങളിലെ അമലുകൾ എന്ന് പറഞ്ഞാൽ അത് അതിമഹത്തായ അമലുകളാണ്. പവിത്രമായ മാസങ്ങളിൽ നാം ചെയ്യുന്ന സൽക്കർമ്മങ്ങൾ എന്ന് പറഞ്ഞാൽ അത് അതിമഹത്തായ വമ്പിച്ച പ്രതിഫലങ്ങൾ ലഭിക്കുന്ന സൽക്കർമ്മങ്ങളായി അള്ളാഹിന്റെ മുമ്പിൽ രേഖപ്പെടുത്തി വെക്കുമെന്നാണ് ഇബ്നു ഖത്താദ നമുക്ക് പറഞ്ഞു തരുന്നത്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നാം ഇന്ന് പ്രവേശിച്ചിട്ടുള്ള ഈ മാസത്തെക്കുറിച്ച്, അതിൻ്റെ മഹത്വത്തെക്കുറിച്ച് നമ്മൾ പഠിക്കണം. എന്നാൽ പ്രിയപ്പെട്ട വിശ്വാസികളെ, നമ്മൾ തിരിച്ചറിയേണ്ട ചില യാഥാർത്ഥ്യങ്ങളുണ്ട്. റജബ് മാസം കടന്നു വന്നാൽ അള്ളയും റസൂലും കൽപ്പിച്ച മഹത്വങ്ങൾക്കപ്പുറം ഒരു മഹത്വവും ഇസ്ലാമിലില്ല. ഖുർആൻ പഠിപ്പിച്ചിടത്ത് നിൽക്കാൻ നമ്മളെ കൊണ്ട് കഴിയണം. ഖുർആൻ പഠിപ്പിച്ച ഈ മഹത്വങ്ങൾ, അള്ളാഹും റസൂലും പഠിപ്പിച്ച സുന്നത്തുകളും വാജിബുകളും ജീവിതത്തിൽ ചെയ്താൽ അതിന് വമ്പിച്ച പ്രതിഫലമുണ്ട് എന്ന മഹത്വം, തിന്മകളിൽ നിന്നും അധർമ്മങ്ങളിൽ നിന്നും മ്ലേച്ഛതകളിൽ നിന്നും മാറി നിൽക്കണമെന്ന മഹത്വം, സ്വന്തത്തോടോ മറ്റുള്ളവരോട് അക്രമം ചെയ്യാതെ യുദ്ധം ചെയ്യാതെ മാറി നിൽക്കണമെന്ന മഹത്വം, ആ മഹത്വത്തിനപ്പുറത്ത് ചില മഹത്വങ്ങൾ നമ്മുടെ നാടുകളിൽ ഈ റജബ് മാസത്തിന് കൊടുക്കാറുണ്ട്. അത് ഇസ്ലാമികമല്ല എന്ന് തിരിച്ചറിയണം ഇൻഷാ അല്ലാഹ്. നമ്മൾ മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറഞ്ഞു എന്ന് ഇമാം ഇബ്നു അബീ ശൈബ റഹ്മഹുല്ലാഹ് ഉദ്ധരിക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. ഇന്നമർ റജബ്, തീർച്ചയായും റജബ് മാസം, ഷഹ്റുൻ കാന യുഅള്ളിമുഹു അഹ്ലുൽ ജാഹിലിയ, ആ റജബ് മാസത്തിന് ചില പ്രത്യേകതകൾ കൽപ്പിച്ചിരുന്നു ചില ആളുകൾ. ഏതാണ് ആളുകൾ എന്നറിയോ? ജാഹിലിയ കാലഘട്ടത്തിലെ ആളുകൾ. അവർക്ക് റജബ് മാസം വന്നെത്തിയാൽ ചില പ്രത്യേക മഹത്വങ്ങൾ അവർ കൽപ്പിക്കും. എന്നാൽ അദ്ദേഹം പറയാണ്, ഫലമ്മാ ജാഅൽ ഇസ്ലാം, ഇസ്ലാമിൻ്റെ വരവോടുകൂടി തുരിക്ക ആ പ്രത്യേകതകൾ മുഴുവൻ ഉപേക്ഷിച്ചു. അള്ള പഠിപ്പിച്ച പ്രത്യേകതകൾ മാത്രമായിരുന്നു പിന്നീട് റജബ് മാസത്തിനുണ്ടായിരുന്നത് എന്നാണ്. നമുക്കൊന്ന് പരിശോധിക്കാം ഏതൊക്കെയാണ് ആ പ്രത്യേകതകൾ, അതിലേതൊക്കെയാണ് ഇന്നുണ്ടായിട്ടുള്ള, ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന റജബ് മാസത്തിൻ്റെ ചില ഇസ്ലാമികമല്ലാത്ത മഹത്വങ്ങൾ. അതിലൊന്നാമതായി ഒരു ഹദീസാണ്. ഏതാണ് ഹദീസ് എന്നറിയോ? മൻ യുബാരിക്കു നാസ ബിഹാദ ശഹ്റിൽ ഫളീൽ യുഹറമു അലൈഹിൻ നാർ. ചില ആളുകൾ പറയും, ആരാണോ റജബ് മാസമായി എന്ന് മാസം കണ്ടത് അറിയിക്കുന്നത് അവനെ സംബന്ധിച്ചിടത്തോളം യുഹറമു അലൈഹിൻ നാർ, അവന് നരകം നിഷിദ്ധമാണ്. ഈ ഒരു ഹദീസ് നമ്മുടെ സമുദായത്തിൽ വല്ലാതെ സ്പ്രെഡായിക്കൊണ്ടിരിക്കുന്ന ഹദീസാണ്. ഈ ഒരു ഹദീസിനെ കുറിച്ച് മുഴുവൻ ഉലമാക്കളും പറഞ്ഞത് അത് മൗദൂആയ ഹദീസാണ്.
എന്ന മൗദൂഅ്. ലഈഫായ ഹദീസ് എന്ന് പറഞ്ഞാൽ അതിങ്ങനെ പരമ്പര റസൂൽ എന്ന് കേട്ടു, സ്വഹാബി കേട്ടു, താബിഈ കേട്ടു, ഇങ്ങനെ പറഞ്ഞു വരുന്നിടത്ത് എന്തെങ്കിലും ചില അപാകതകൾ പറ്റിയതാണ് ലഈഫായ ഹദീസ്, സ്വീകരിക്കാൻ പാടില്ല. എന്നാൽ മൗദൂആയ ഹദീസ് എന്ന് പറഞ്ഞാൽ എന്താ? റസൂൽ പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് റസൂലിൻ്റെ പേരിൽ കളവ് പറയലാണ്. ഈ ഹദീസ് മൗദൂആണ്, റസൂൽ അങ്ങനെ പറഞ്ഞിട്ടില്ല. ആരെങ്കിലും റജബ് മാസം കണ്ടു എന്ന് അറിയിച്ചാൽ അവന് നരകം നിഷിദ്ധമാണ് എന്ന് റസൂല് പറഞ്ഞിട്ടില്ല എന്ന് ഉലമാക്കൾ പറയാണ്. മൗദൂആയ ഒരു ഹദീസാണ്. റസൂലിന്റെ പേരിൽ പച്ചക്കള്ളം സമുദായത്തിൽ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഈ ഹദീസിലൂടെ എന്ന് ഉലമാക്കൾ മുഴുവനും ഐക്യകണ്ഠേന പറയും. അപ്പം അങ്ങനെ ഒന്നില്ല എന്ന് ആദ്യമായി നമ്മൾ തിരിച്ചറിയാം. റജബ് മാസം കണ്ടു എന്ന് അറിയിച്ചവന് പ്രത്യേക പ്രതിഫലമൊന്നുമില്ല. ഇതൊന്നാമത്തെ ഒരു ദുർബലത. നോക്കൂ നിങ്ങൾ, നമ്മൾ ഈ ഒരു റജബ് മാസത്തിൻ്റെ മാത്രം ഇത്തരം ബിദ്അത്തുകളെ കുറിച്ച് പഠിക്കുകയാണെങ്കിൽ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ഉലമാക്കൾ ഇതിനു മാത്രം കിതാബുകൾ രചിച്ചത് നമുക്ക് കാണാൻ സാധിക്കും. മഹാനായ ഇബ്നു ഹജറുൽ അസ്ഖലാനി റഹിമഹുല്ലാഹ് അദ്ദേഹം എഴുതിയ ഒരു കിതാബാണ് തബീനുൽ അജബ് ബിമാ വറദ ഫീ ശഹ്രി റജബ്. റജബ് മാസത്തിൽ നിലകൊള്ളുന്ന ബിദ്അത്തുകളെ കുറിച്ച് മാത്രം അദ്ദേഹം ഒരു റിസാല തന്നെ, ഒരു കിതാബ് തന്നെ എഴുതിയത് പ്രിയപ്പെട്ട വിശ്വാസികളെ നമുക്ക് കാണുവാൻ സാധിക്കുന്നതാണ്. ഏതൊക്കെയാണ് ഈ റജബ് മാസത്തിലെ ബിദ്അത്തുകൾ? അതിൽ ഏറ്റവും കൂടുതൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു ബിദ്അത്തുണ്ട്. ഇന്നേറെ ആളുകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ബിദ്അത്താണ് റജബ് മാസം എത്തിയാൽ മിഅ്റാജിന്റെ നോമ്പെടുക്കുക എന്നത്. ഒരു പ്രത്യേക നോമ്പ് റജബ് മാസത്തിൽ, റജബ് മാസത്തിൻ്റെ ചില പ്രത്യേക ദിവസത്തിലെ ഒരു പ്രത്യേക നോമ്പ്. അതിനവർക്ക് ഹദീസുമുണ്ട്, വെറുതെ പറയല്ല. അതിന് ഹദീസ് അവർ പറയാറുണ്ട്. ഏതാണ് ഹദീസ്? മൻ സ്വാമ യൗമ 27 മിൻ റജബ് കതബല്ലാഹു ലഹു സിയാമ 60 ശഹ്റ. ആരെങ്കിലും റജബ് 27 അന്ന് നോമ്പെടുത്താൽ അവന് 60 മാസം നോമ്പെടുത്ത പ്രതിഫലം അല്ലാഹു സുബ്ഹാനഹു വ തആല രേഖപ്പെടുത്തി വെക്കും എന്നൊരു ഹദീസ്. ഈ ഹദീസിനെ കുറിച്ച് പണ്ഡിതന്മാർ പറയാണ് അത് ലഈഫാണ്, സ്വീകരിക്കാൻ പാടില്ല. ചില പണ്ഡിതന്മാർ പറയാണ് അത് ലഈഫ് മാത്രമല്ല മൗദൂഅാണ്, ഉണ്ടാക്കിയതാണ്, കള്ളമുണ്ടാക്കിയ ഹദീസാണ്, സ്വീകരിക്കാൻ പാടില്ല. നോക്കൂ നിങ്ങൾ, മഹാനായ ഇബ്നു ഹജറുൽ അസ്ഖലാനി റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ തബീനുൽ അജബ് ബിമാ വറദ ഫീ ശഹ്രി റജബ് എന്ന ഗ്രന്ഥത്തിൽ പറയാണ് ലം യരിദ് ഫീ ഫളി ശഹ്രി റജബ് വലാ സിയാമിഹി ولا في صيام شيء معين منه ولا في قيام ليلة مخصوصة فيه حديث صحيح يسلوه للحجة. അദ്ദേഹം പറയാണ് റജബ് മാസത്തിൽ ഒരു നോമ്പ്, റജബ് മാസത്തിൻ്റെ ചില പ്രത്യേക ദിവസത്തിലെ പ്രത്യേക നോമ്പ്, റജബ് മാസത്തിലെ ചില പ്രത്യേക നിസ്കാരങ്ങൾ, ഇതിനൊന്നും തെളിവായിക്കൊണ്ട് സ്വഹീഹായ ഒരു ഹദീസ് പോലും കാണിക്കാൻ കഴിയുകയില്ല എന്ന് മഹാനായ ഇബ്നു ഹജറുൽ അസ്ഖലാനി റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിൽ എഴുതി വെക്കും. മഹാനായ ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ മജ്മുഉൽ ഫതാവയിൽ എഴുതാണ് വഅമ്മാ സൗമു റജബിൻ ബിഖുസൂസിഹി ഫഅഹാദീസുഹു കുല്ലുഹാ ലഈഫത്തുൻ ബൽ മൗദൂഅത്തുൻ. റജബ് മാസത്തിലെ ചില പ്രത്യേക നോമ്പിനായി വന്ന ചില ഹദീസുകളുണ്ട്. ആ ഹദീസുകളും എല്ലാം ലഈഫാണ്, ബൽ മൗദൂഅത്തുൻ, അല്ല അതൊക്കെ മൗദൂഅാണ് എന്ന് ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ മജ്മുഉൽ ഫതാവയിൽ രേഖപ്പെടുത്തി വെച്ചത് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ പ്രിയപ്പെട്ട വിശ്വാസികളെ, നമ്മൾ തിരിച്ചറിയുക, ഈ റജബ് മാസത്തിൽ മിഅ്റാജിന്റെ നോമ്പെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ നാടുകളിൽ പൊതുവെ എടുത്തു വരാറുള്ള ഒരു നോമ്പുണ്ട്. ആ നോമ്പിനെ സംബന്ധിച്ചിടത്തോളം ഉലമാക്കൾ പറയുന്നത് എന്താ? ഇസ്ലാമിക ലോകം ചർച്ച ചെയ്ത് വെച്ചതെന്താ? അങ്ങനെ ഒരു നോമ്പ് ഇസ്ലാമിൽ സ്വഹീഹായ ഒരു ഹദീസിലും വന്നത് കാണാൻ കഴിയൂല. അപ്പൊ മിഅ്റാജിന്റെ നോമ്പുണ്ടോ? ഇസ്ലാമിലുണ്ടോ? ഇല്ല. എന്ന് നമ്മുടെ നാട്ടിലുണ്ടോ? ഉണ്ട്. അപ്പൊ നമ്മുടെ നിലപാട് എന്തായിരിക്കണം? അല്ലാഹുവിനെയും റസൂലിനെയും സ്നേഹിക്കുന്ന, ഇസ്ലാം അനുസരിച്ച് ജീവിക്കുന്ന ഒരു മുഅ്മിനിന്റെ നിലപാട് എന്തായിരിക്കണം? അത് ഇസ്ലാമിൽ തെളിവില്ലാത്തതിനാൽ ആ മിഅ്റാജിന്റെ നോമ്പ് ഞാൻ എടുക്കൂല. അല്ലേ, തെളിവ് കൊണ്ടുവരട്ടെ. ഞാനൊരു ഹദീസ് പറഞ്ഞു, ഇവർ കൊണ്ടുവരുന്ന ഹദീസ് അത് ലഈഫാണ് എന്ന് ഉലമാക്കളും പറഞ്ഞു. അപ്പോൾ മിഅ്റാജിന്റെ നോമ്പ്, റജബ് 27 അന്ന് നോമ്പ്, അങ്ങനെ ഒരു നോമ്പ് ഇസ്ലാമിലില്ല എന്ന് നമ്മൾ തിരിച്ചറിയുക. ഇനി രണ്ടാമത്തേത്, റജബ് സ്പെഷ്യൽ ഉംറയുണ്ട്.
ഇത് ഞാൻ വെറുതെ പറയുന്നല്ല, നമ്മൾ അന്വേഷിച്ച് നമുക്കറിയും ഈ റജബിൽ മാത്രം കണ്ടുവരുന്ന ഇത്തരത്തിലുള്ള ചില ബിദ്അത്തുകൾ അല്ലെങ്കിൽ ചില ആചാരങ്ങൾ. റജബിനൊരു സ്പെഷ്യൽ ഉംറ, റമദാനിൽ ഉംറ ചെയ്താൽ പ്രത്യേകതകളുണ്ട് എന്ന്, ശ്രേഷ്ഠതകളുണ്ട് എന്ന് ഹബീബുൽ വറ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. എന്നാൽ റജബ് മാസത്തിൽ ഒരു പ്രത്യേക ഉംറ, ആ ഉംറയ്ക്ക് ഒരു പ്രത്യേക പ്രതിഫലം, അങ്ങനെയൊന്നും ഇസ്ലാമിൽ ഒരു സ്വഹീഹായ ഹദീസിൽ കാണാൻ കഴിയോ? അങ്ങനെയൊന്നും നമുക്ക് കാണാൻ കഴിയൂല. മഹദിയായ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞു കൊടുക്കണം, ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു കൊടുക്കാണ്, മഅ്തമറ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ റജബിൻ ഖത്വൻ. അങ്ങനെ റജബിൽ മാത്രമായിക്കൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഉംറ നിർവഹിച്ചിട്ടില്ല എന്ന് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പഠിപ്പിച്ചു കൊടുക്കുന്ന നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ റജബിന് മാത്രം ഒരു ഉംറ പോവാ എന്നത് ഇസ്ലാമിലില്ല. എന്നൊരാൾ ഉംറ പോവാണ്, അവന് റജബ് മാസത്തിലാണ് ഉംറക്ക് ശരിയായി ഉംറൻ്റെ ടിക്കറ്റ് കിട്ടിയത്, അവനെ സംബന്ധിച്ചിടത്തോളം റജബ് മാസമാണ്, പോവാൻ പറ്റൂല എന്നില്ല. ഉംറ എന്ന നിയ്യത്തോടു കൂടി പോവാം, അത് ഏത് മാസവും പോവാം. എന്നാൽ പ്രിയപ്പെട്ട വിശ്വാസികൾ, നമ്മൾ തിരിച്ചറിയുക, റജബിൽ മാത്രം പ്രത്യേകം ഒരു ഉംറ, അങ്ങനെ ഉംറ സർവീസ് നമ്മുടെ നാട്ടിലുണ്ട്. റജബ് സ്പെഷ്യൽ ഉംറ, അതിൻ്റെ സ്പെഷ്യൽ യാത്രകളെല്ലാം ഉണ്ട്. അങ്ങനെ ഒരു സ്പെഷ്യൽ, ഒരു പ്രത്യേകമായ റജബിലെ ഉംറ എന്നൊരു ഉംറ ഇസ്ലാമിലില്ല എന്ന് നമ്മൾ മനസ്സിലാക്കും. ഇനി മൂന്നാമത്തേതാണ് സ്വലാത്തുർ റഗായിബ്. ചിലപ്പോൾ നമ്മളിൽ പല ആളുകൾ ഇത് കേട്ടിട്ട് പോലും ഉണ്ടാവില്ല ഇതൊക്കെ എന്താണ് എന്ന്. പക്ഷെ നമ്മൾ അറിയണം, നമ്മുടെ നാട്ടിൽ ഇതൊക്കെ ഉണ്ട്. റജബിൻ്റെ മാസമായി കഴിഞ്ഞാൽ ഇത്തരം ആചാരങ്ങൾ അല്ല അനാചാരങ്ങളുണ്ട്. ആ അനാചാരങ്ങൾ എന്തൊക്കെയാണ് നമ്മൾ തിരിച്ചറിയണം. മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞതുപോലെ, ജാഹിലിയത്ത് അറിഞ്ഞെങ്കിലേ ഇസ്ലാമിൻ്റെ വലുപ്പം മനുഷ്യന് മനസ്സിലാവുള്ളൂ എന്നാണ്. ജാഹിലിയത്ത് എന്താണെന്നറിയണം, അപ്പോഴാണ് ഇസ്ലാമിൻ്റെ മഹത്വവും പ്രാധാന്യവും പുണ്യവും ഒരു മനുഷ്യന് തിരിച്ചറിയുള്ളൂ. ഇല്ലെങ്കിൽ കയറിൻ്റെ പിരി അഴിഞ്ഞു പോകുന്നത് പോലെ അവൻ്റെ മനസ്സിൽ നിന്നും ഇസ്ലാം അഴിഞ്ഞു പോകുമെന്ന് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു നമുക്ക് പറഞ്ഞു തരാം. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിൽ നമ്മുടെ നാട്ടിലുള്ള ജീർണതകൾ നമ്മൾ അറിയണം, ഇത്തരം അനാചാരങ്ങൾ മനസ്സിലാക്കണം. എന്തിനു വേണ്ടിയാ? അതൊരിക്കലും നമ്മുടെ ജീവിതത്തിൽ വരാതിരിക്കാൻ. ആരെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അവരെ പറഞ്ഞ് തിരുത്തി നേരെ മാർഗത്തിലേക്ക് കൊണ്ടുവരാൻ. മൂന്നാമത്തെ ബിദ്അത്ത് അല്ലെങ്കിൽ അനാചാരം എന്താണ്? സ്വലാത്തുർ റഗായിബ് എന്ന് പറഞ്ഞാൽ ആഗ്രഹ സഫലീകരണത്തിൻ്റെ നമസ്കാരം എന്നാണ്. അങ്ങനെ ഒരു നമസ്കാരം ഇസ്ലാമിലുണ്ടോ? നോക്കൂ നിങ്ങൾ, ഈ ഒരു നമസ്കാരത്തെക്കുറിച്ച് മഹാനായ ഇബ്നു തൈമിയ്യ, ഇമാം നവവി റഹ്മഹുല്ലാ പറയുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. അസ്വലാത്തുൽ മഅറൂഫത്തു ബിസ്വലാത്തി റഗായിബ്. സ്വലാത്തു റഗായിബ് എന്നറിയപ്പെടുന്ന ഒരു നിസ്കാരമുണ്ട്. വഹിയ 12 റക്അ. അത് 12 റക്അത്ത് നിസ്കാരം. എത്ര റക്അത്താ? 12 റക്അത്ത് നിസ്കാരം. തുസല്ല ബൈനൽ മഗ്രിബി വൽ ഇശാഇ ലൈലത അവ്വൽ ജുംഅത്തിൻ ഫി റജബ്. റജബ് മാസത്തെ ആദ്യത്തെ വെള്ളിയാഴ്ച എന്ന് പറഞ്ഞാൽ ഈ വെള്ളിയാഴ്ച മഗ്രിബിൻ്റെയും ഇശാഇൻ്റെയും ഇടയിൽ 12 റക്അത്ത് നിസ്കരിക്കാം. വസ്വലാത്തു ലൈലത്തി നിസ്ഫി ശഅബാന 100 റക്അ. സുബ്ഹാനല്ലാഹ്. അതേപോലെ തന്നെ ശഅബാന്റെ പകുതിയുടെ രാത്രിയിലോ 100 റക്അ. എത്ര റക്അത്താണ്? 100 റക്അ, 100 റക്അത്ത് നിസ്കരിക്കാം. വഹാതാനി സ്വലാത്താനി ബിദ്അത്താനി മുൻകറാനി. ഇത് രണ്ടും ബിദ്അത്താണ്, നിരോധിക്കേണ്ടതാണ്, മാറ്റി നിർത്തേണ്ട 2 നിസ്കാരങ്ങളാണ് സ്വലാത്തുർ റഗായിബ് എന്ന് മഹാനായ ഇമാം നവവി റഹ്മഹുല്ലാ അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തി വെക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കുന്നതാണ്. അപ്പോൾ റജബിൽ ഒരു പ്രത്യേക നിസ്കാരം, മഹാനായ ഇബ്നു ഹജറുൽ അസ്ഖലാനി റഹ്മഹുല്ലാ പറഞ്ഞതുപോലെ റജബിൽ ഒരു പ്രത്യേകമായ രാത്രി നിസ്കാരം, അങ്ങനെ ഒരു നിസ്കാരം ഇല്ല, ഇസ്ലാം പഠിപ്പിച്ചിട്ടില്ല. ഇനി നാലാമത്തെ വിഷയം അതീഖത്തു റജബ്. റജബിലെ ഒരു പ്രത്യേക അറവ്, ബലിയറുക്കുക. ബലിയറുത്തിരുന്നു, റജബിൽ പ്രത്യേകമായി ബലിയറുത്തിരുന്നു. ജാഹിലിയ കാലഘട്ടത്തിലെ ആളുകൾ, ഇസ്ലാമിന് മുമ്പുണ്ടായിരുന്ന ആളുകൾ, അവർ റജബ് മാസമായാൽ ബലിയറുക്കുമായിരുന്നു. എന്നാൽ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ലാ ഫറഅ വലാ അതീറത. നേർക്കുനേർ റസൂലുള്ള പറയാണ്, ലാ ഫറഅ, ഫറഅ ഇല്ല ഇസ്ലാമിൽ, വലാ അതീറത, അതീറത്തും ഇസ്ലാമിലില്ല. എന്താ അതീറത്ത് എന്ന് പറഞ്ഞാൽ? റജബിൽ ഒരു പ്രത്യേക അറിവ്, അങ്ങനെ ഒരു അറിവ്, അങ്ങനെ ഒരു നേർച്ചയോ അറിവോ ഇസ്ലാമിലില്ല. എന്താണ് ഫറഅ എന്ന് പറഞ്ഞാൽ? ഫറഅ എന്ന് പറഞ്ഞാൽ ജാഹിലിയ കാലഘട്ടത്തിൽ
ഒട്ടകത്തിൻ്റെ പ്രസവത്തിലെ ആദ്യ കുഞ്ഞിനെ തൻ്റെ ആരാധ്യന്മാർക്ക് വേണ്ടി ബലിയറുക്കുന്ന ഒരു സമ്പ്രദായം, അതാണ് ഫറഅ. റസൂൽ പറയുന്നത് ലാ ഫറഅ ഇസ്ലാമിലില്ല, വലാ അതീറത്തും ഇസ്ലാമിലില്ല. അങ്ങനെ റജബ് മാസത്തിൽ ഒരു പ്രത്യേകമായ അറവ് ഇസ്ലാമിലില്ല. അപ്പൊ ഈ പറഞ്ഞത് മുഴുവനും ഉണ്ടായിരുന്ന ഒരു കൗം ഉണ്ടായിരുന്നു നമ്മുടെ നാട്ടിൽ. ഏതാണ് ആ കൗം എന്നറിയോ? ജാഹിലിയ, അസ്റുൽ ജാഹിലിയ കാലഘട്ടം. അവർക്ക് സ്പെഷ്യൽ നോമ്പുണ്ട്, അവർക്കൊരു സ്പെഷ്യൽ അറവുണ്ട്, അവർക്ക് ഈ സ്പെഷ്യൽ നിസ്കാരങ്ങളുണ്ട്. പക്ഷേ ഇസ്ലാമിൻ്റെ കടന്നുവരവോടുകൂടി ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു തുരിക്ക, അതെല്ലാം ഉപേക്ഷിക്കപ്പെട്ടു. ഈ ഒരു സമയത്ത് നമ്മൾ മനസ്സിലാക്കുക, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, മൻ തശബ്ബഹ ബിഖൗമിൻ ഫഹുവ മിൻഹും. ഏതൊരാളാണോ ഇസ്ലാമിന് മുമ്പുള്ള ജാഹിലിയ കാലഘട്ടത്തിലുള്ള ഇതേ സമ്പ്രദായം, ഏതൊരാളാണോ മറ്റൊരു സമുദായത്തോട് സാദൃശ്യം വെച്ച് പുലർത്തുന്നത്, അവൻ അവരിൽ പെട്ടവനാണ്, അവനോട് സാദൃശ്യം വെച്ചവനാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അപ്പോൾ ആലോചിച്ച് നോക്കി, ഈ ജാഹിലിയ കാലഘട്ടത്തിലെ ഇതേ പരിപാടികളോട്, ഇതേ ബിദ്അത്തുകളോട്, ഇതേ അനാചാരങ്ങളോട് സാദൃശ്യം വെച്ച് പുലർത്തുന്ന, അതെല്ലാം ഇന്ന് ഇസ്ലാമിൻ്റെ പേരിൽ കൊണ്ടു നടക്കുന്ന ചില ആളുകൾ നമ്മുടെ നാടുകളിലുണ്ട്. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ട വിശ്വാസികളെ, നമ്മൾ തിരിച്ചറിയുക, ഇതൊന്നും ഇസ്ലാമിലില്ല. ഇനി അഞ്ചാമത്തെ ഒരു വിഷയം കൂടിയുണ്ട്. അതേതാണെന്നറിയോ? ഒരു ദഈഫായ ഹദീസ് വെച്ച് പറയാൻ, കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ ദഖല റജബിലേക്ക് റസൂൽ കടന്നാൽ ഖാല, റസൂൽ പറയും, അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബ് വശഅബാൻ വബല്ലിഗ്നാ റമളാൻ. പ്രത്യേകം പ്രാർത്ഥിക്കുമായിരുന്നു ഇങ്ങനെ. എന്നാൽ ഇതിനെക്കുറിച്ച് ഉലമാക്കൾ പറയുന്നറിയോ, ഈ സനദിൽ ഒരു ദഈഫായ വ്യക്തിയുണ്ട്, സ്വീകരിക്കാൻ പറ്റാത്ത ഒരാൾ ഈ സനദിൻ്റെ ഉള്ളിലുണ്ട്. ഇതിൻ്റെ പരമ്പര ഇങ്ങനെ നോക്കുമ്പോൾ റസൂലിലേക്ക് എത്തുന്നതിന് മുമ്പേ അതിൻ്റെ ഇടയ്ക്ക് വിശ്വാസയോഗ്യമല്ലാത്ത ഒരാളുണ്ട്. അത് ഉസൂൽ ഹദീസിൻ്റെ ഒരു വിഷയമാണ്, അത് വിശാലമായ ഒരു പഠനമാണ്. ഏതായിരുന്നാലും അങ്ങനെ റജബ് മാസത്തിലെ ഒരു പ്രത്യേകമായ ഒരു പ്രാർത്ഥന ഇസ്ലാം പഠിപ്പിച്ചിട്ടില്ല. അത് റസൂലിൻ്റെ പേരിൽ ദഈഫായി കൊണ്ടുവന്ന, സ്വീകരിക്കാൻ പാടില്ലാത്ത ഒരു ഹദീസാണ് എന്നാണ് ഇതിനെക്കുറിച്ച് ഉലമാക്കൾ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ പ്രിയപ്പെട്ട വിശ്വാസികളെ, നമ്മൾ തിരിച്ചറിയുക, ഇസ്ലാമിൽ റജബ് മാസത്തിന് അല്ലാഹ് കൊടുത്ത പ്രത്യേകതകൾ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞു. ആ പ്രത്യേകതകൾക്കപ്പുറം നമ്മുടെ സമുദായത്തിൽ ചില ആളുകൾ അവരുടെ ലാഭത്തിനോ എന്തിനോ ആവട്ടെ കൊണ്ടുവരുന്ന ചില അനാചാരങ്ങൾ ഇസ്ലാമിൻ്റെ പേരിലുണ്ട്. അതൊന്നും ഇസ്ലാമികമല്ല എന്ന് വെറുതെ അല്ല, പ്രാമാണികമായി നമ്മൾ മനസ്സിലാക്കുക. ഉലമാക്കൾ പറഞ്ഞതിൻ്റെ അർത്ഥത്തിൽ കൃത്യമായി കൊണ്ട് നമ്മൾ മനസ്സിലാക്കുക. മഹാനായ ഇമാം അൽബാനി റഹ്മഹുല്ലാഹ് അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥത്തിൽ കൊണ്ടുവരികയാണ്, അക്സറുൻ നാസി അൽ യൗമ ലാ യഅ്ബുദൂനല്ലാഹ ബിത്തിബാഇ സുന്നത്തി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്നമാ യഅ്ബുദൂനല്ലാഹ ബിഅഹ്വാഇഹിം. എത്ര കൃത്യമാണ് അദ്ദേഹം പറഞ്ഞു വെച്ചത്. അദ്ദേഹം പറയാണ്, അക്സറുൻ നാസ് അൽ യൗം, ഇന്ന് ജനങ്ങളിൽ ധാരാളം ആളുകൾ ലാ യഅ്ബുദൂനല്ലാഹ, അവർ അല്ലാഹുവിനെ ആരാധിക്കുന്നില്ല, ബിത്തിബാഇ സുന്നത്തി റസൂലി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലിൻ്റെ സുന്നത്തനുസരിച്ചുകൊണ്ട് അവർ അല്ലാഹുവിനെ ആരാധിക്കുന്നില്ല, റസൂലിൻ്റെ മാതൃക അനുസരിച്ചുകൊണ്ട് അവരൊരു ഇബാദത്തും ചെയ്യുന്നില്ല. ഇന്നമാ യഅ്ബുദൂനല്ലാഹ ബിഅഹ്വാഹിഹിം, അവർ അവരുടെ ഇഷ്ടത്തിനനുസരിച്ചാണ് അല്ലാഹുവിനെ ആരാധിക്കുന്നത്. സുബ്ഹാനല്ലാഹ്, എത്ര വലിയ യാഥാർത്ഥ്യമാണ് ഈ ഒരു ആലിം, ഈ ഒരു പണ്ഡിതൻ പറഞ്ഞത്. ഇന്ന് നമ്മൾ ഇബാദത്ത് ചെയ്യുന്നത്, നമ്മൾ ആരാധനകൾ ചെയ്യുന്നത്, നമ്മൾ സൽക്കർമ്മങ്ങൾ ചെയ്യുന്നത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചാണ്, അല്ലാതെ റസൂൽ ചെയ്തതുപോലെയൊന്നല്ല. റസൂൽ എങ്ങനെ ചെയ്തു എന്ന് പഠിച്ചു മനസ്സിലാക്കിയല്ല നമ്മളിൽ ഭൂരിഭാഗം ആളുകളും അമൽ ചെയ്യുന്നത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച്. എന്താ അതുകൊണ്ട് കാര്യമുള്ളത്? നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇബാദത്ത് ചെയ്തതുകൊണ്ട് കാര്യമുള്ളത്? അവിടെയാണ് ഞാൻ തുടക്കത്തിൽ ഓതി വെച്ച ആയത്ത്, വമാ ആതാകുമുർ റസൂലു ഫഖുദു വമാ നഹാകും അൻഹു ഫൻതഹു. അല്ലാഹുവിന്റെ റസൂൽ എന്ത് കൊണ്ടുവന്നോ അത് ചെയ്യണം, അല്ലാഹുവിന്റെ റസൂൽ എന്ത് വിലക്കിയോ അതെല്ലാം ജീവിതത്തിൽ നിന്ന് ഉപേക്ഷിക്കണം. അവിടെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, സല്ലു കമാ റഅയ്തുമൂനി ഉസല്ലി,
നിസ്കാരം ഞാൻ നിസ്കരിച്ചത് എങ്ങനെയാണോ അതുപോലെ നിങ്ങൾ നിസ്കരിക്കണം. എല്ലാ ഇബാദത്തിനും ഇത് ബാധകമാണെന്ന് ഉലമാക്കൾ പറഞ്ഞിട്ടുണ്ട്. നിസ്കാരത്തിന് മാത്രമല്ല, ഏതൊരു അമല് ചെയ്യുമ്പോഴും അല്ലാഹുവിന്റെ റസൂൽ എങ്ങനെ ചെയ്തുവോ അതുപോലെ ചെയ്യാൻ നമ്മൾ തയ്യാറാവണം. പ്രിയപ്പെട്ട വിശ്വാസികളെ, ഈവൻ നമ്മൾ കിടന്നുറങ്ങുമ്പോൾ പോലും എങ്ങനെ കിടക്കണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ കിടക്കണം. ഇന്ന് വെള്ളിയാഴ്ചയാണ്. ഈ വെള്ളിയാഴ്ചയുടെ ശ്രേഷ്ഠതകളുണ്ട്, പ്രത്യേകതകളുണ്ട്. ഇന്ന് ചെയ്യേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. റസൂലുള്ള പഠിപ്പിച്ചതുപോലെ ചെയ്യണം നമ്മൾ. നമ്മുടെ നിസ്കാരങ്ങൾ, നമ്മുടെ വേഷവിധാനങ്ങൾ, നമ്മുടെ മുഴുവനും, അത് ഓരോന്നെടുത്ത് പറയേണ്ടതില്ല, എല്ലാം അടുക്കള മുതൽ അന്താരാഷ്ട്രം വരെ മുഴുവൻ നമ്മുടെ മേഖലകളിലും അള്ളാഹിന്റെ റസൂലിനെ ഇത്തിബാഅ് ചെയ്തുകൊണ്ട് അള്ളാഹിന്റെ റസൂലിന്റെ സുന്നത്തിനെ അനുസരിച്ചു കൊണ്ടായിരിക്കണം നമ്മുടെ ഇബാദത്തുകൾ, നമ്മുടെ കർമ്മങ്ങൾ. അപ്പോഴാണ് പ്രതിഫലമുള്ളത്. അതിനാണ് അള്ളാഹു നമുക്ക് പ്രതിഫലം നൽകുക. അതല്ലാതെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചല്ല ചെയ്യേണ്ടത്. നമുക്കെങ്ങനെയാണോ തോന്നുന്നത് അങ്ങനെയല്ല ചെയ്യേണ്ടത്. നമുക്ക് എവിടെയാണോ നിസ്കരിക്കാൻ തോന്നുന്നത് അങ്ങനെയല്ല പ്രിയപ്പെട്ടവരെ. എല്ലാം ചിട്ടയോടെ, അതിൻ്റെ കൃത്യതയോടെ അള്ളയും റസൂലും പറഞ്ഞതുപോലെ നിർവഹിക്കുവാൻ നമ്മൾ തയ്യാറാവുക. അപ്പോഴാണ് നാം ചെയ്യുന്ന അമലുകൾ അമലു സ്വാലിഹാത്തുകളാവുകയുള്ളൂ, അതിന് പ്രതിഫലങ്ങൾ നൽകുകയുള്ളൂ. അത്തരത്തിൽ അമലു സ്വാലിഹാത്തുകൾ പ്രതിഫലം ലഭിക്കുന്ന രൂപത്തിൽ ചെയ്യുവാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി വഹദ വസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ്യ ബഅദ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. അല്ലാഹുവിൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിൽ പാലിക്കണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. പരിശുദ്ധമായ റജബ് മാസത്തിൽ പൊതുവെ നമ്മുടെ നാടുകളിൽ കടന്ന് നമ്മൾ കണ്ടുവരാറുള്ള ഏതാനും ചില ബിദ്അത്തുകളെക്കുറിച്ചും അതിൻ്റെ സത്യമെന്താണ് എന്നതിനെക്കുറിച്ചുമാണ് നമ്മൾ പറഞ്ഞു വന്നത്. നാം ഇസ്ലാമിൽ ഏതൊരു പ്രവർത്തനം ചെയ്യുമ്പോഴും ആ പ്രവർത്തനങ്ങൾ സ്വീകരിക്കണമെങ്കിൽ പ്രധാനമായും 2 നിബന്ധനകൾ ഒത്തുവരണം. അതിലൊന്നാമത്തെ നിബന്ധന എന്ന് പറഞ്ഞാൽ നാം ഏതൊരു അമല് ചെയ്യുമ്പോഴും അത് അള്ളാഹുവിന് വേണ്ടിയാണ് എന്ന ചിന്ത വേണം. രണ്ടാമത്തെ നിബന്ധന, നാം ചെയ്യുന്ന അമൽ ഇബാദത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ ജീവിതത്തിൽ പഠിപ്പിച്ചതുപോലെയായിരിക്കണം. ഈ 2 നിബന്ധനകൾ ഒത്തുചേരുമ്പോഴാണ് നാം ചെയ്യുന്ന അമലുകൾ അള്ളാഹുവിൻ്റെ അടുക്കൽ സ്വീകാര്യമാവുകയുള്ളൂ എന്ന് നാം തിരിച്ചറിയും. അപ്പോൾ ഈ റജബ് മാസത്തിൽ നമ്മൾ കണ്ടുവരുന്ന ഒട്ടനവധി കാര്യങ്ങൾ, അത് മെഹറാജിലെ നോമ്പടക്കം, പ്രത്യേക നമസ്കാരങ്ങളടക്കം, പ്രത്യേക അറിവുകളും പ്രാർത്ഥനകളും ഒന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നും വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ അത്തരം കാര്യങ്ങളെല്ലാം ബിദ്അത്താണ്. നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ പ്രതിഫലം ലഭിക്കില്ല, നേരെ മറിച്ച് അതിനെല്ലാം അള്ളാഹിന്റെ അടുക്കൽ ശിക്ഷയും ലഭിക്കാം. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ, ഇസ്ലാമിൻ്റെ അമലുകൾ ചെയ്യുമ്പോൾ കൃത്യമായ അള്ളാഹ്ക്ക് വേണ്ടിയാണെന്ന ചിന്തയോടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നുമുള്ള മാതൃകയോട് കൂടിയായിരിക്കണം ഇൻഷാ അല്ലാഹ് നമ്മൾ ചെയ്യേണ്ടത്. എല്ലാം അങ്ങനെയാണ്. പരിശുദ്ധ ഖുർആൻ പറഞ്ഞു, ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന. ഏറ്റവും നല്ല മാതൃക, തുല്യതയില്ലാത്ത, ലോകത്ത് മറ്റൊരാളെ സാമ്യപ്പെടുത്താൻ കഴിയാത്ത ഏറ്റവും നല്ല മാതൃക അത് റസൂലുള്ളാഹിയിൽ നിന്നാണ്. നോക്കൂ നിങ്ങൾ, നമ്മുടെ ഒരു ഭാഗ്യമാണത്. നമ്മുടെ പ്രവാചകനിലാണ് ഏറ്റവും നല്ല മാതൃക എന്ന് പരിശുദ്ധ ഖുർആൻ സാക്ഷ്യപ്പെടുത്തണം. അങ്ങനെ ഒരു പ്രവാചകൻ നമുക്ക് കിട്ടിയിട്ട് ആ പ്രവാചകന്റെ ജീവിതം, ലഖദ് തറക്തുകും അലാ മിസ്ലിൽ ബൈളാഇ ലൈലുഹാ വനഹാറുഹാ സവാ. റസൂൽ നമുക്ക് ഉപേക്ഷിച്ചു പോയ റസൂലിന്റെ ജീവിതമുണ്ട്. ആ റസൂലിന്റെ ജീവിതത്തെ കുറിച്ച് പറഞ്ഞത് എന്താ? അതിൻ്റെ രാത്രി പോലും പകല് പോലെ വെളിച്ചമാണ്. അങ്ങനെയുള്ള റസൂലിൻ്റെ ജീവിത മാതൃക നമുക്കുണ്ട്. ആ മാതൃക ജീവിതത്തിൽ പിൻപറ്റേണ്ടവരാണ് നമ്മൾ. അതാണ് ഏറ്റവും നല്ല മാതൃക, അതാണ് ഏറ്റവും നല്ല മാർഗം. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ട വിശ്വാസികളെ, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, നമ്മുടെ ജീവിതത്തിൽ ഇസ്ലാമികപരമായി ഒരു അമല് ചെയ്യുന്നുണ്ടോ അതിൽ മാതൃകപരമായി കൊണ്ട് റസൂലിൽ നിന്നും കൃത്യമായ ലഈഫല്ലാത്ത, മൗദൂഅല്ലാത്ത, ഉപേക്ഷിക്കേണ്ടതല്ലാത്ത സ്വഹീഹായ കൃത്യമായ തെളിവുകൾ വേണം.
അങ്ങനെ ഒട്ടനവധി ചെയ്യാനുണ്ട്. രാവിലെ കിടക്കപ്പായയിൽ നിന്ന് എണീക്കുന്നത് മുതൽ രാത്രി ബെഡ്റൂമിലേക്ക് എത്തുന്നത് വരെ ഒരുപാട് അമലുകളുണ്ട്. ആ അമലുകൾ മുഴുവനും നമ്മുടെ ജീവിതത്തിൽ കാത്തു സൂക്ഷിക്കാൻ, അതനുസരിച്ചു ജീവിക്കാൻ നമ്മൾ തയ്യാറാവുമ്പോഴാണ് പ്രിയപ്പെട്ടവരെ നമുക്ക് ഈ പറയുന്ന രൂപത്തിലുള്ള സ്വർഗം അല്ലാഹു സുബ്ഹാനഹു വ തആല വാഗ്ദാനം ചെയ്തത് നമുക്ക് ലഭിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഗൗരവത്തോടു കൂടി സൂചിപ്പിക്കുകയാണ്, ഇത്തരം ബിദ്അത്തുകളിൽ നിന്നും, ഇത്തരം ജാഹിലിയത്തിൻ്റെ സമ്പ്രദായങ്ങളിൽ നിന്നും, ഇത്തരം ഇസ്ലാമിൻ്റെ തെളിവുകളില്ലാത്ത മുഴുവൻ പ്രവർത്തനങ്ങളിൽ നിന്നും നമ്മൾ പൂർണ്ണമായും മാറി നിൽക്കുകയും കൃത്യമായി കൊണ്ട് അള്ളയും റസൂലും പറഞ്ഞ ജീവിത മാതൃക അത് കൃത്യമായി ജീവിതത്തിൽ കൊണ്ടുവരാനും നമ്മളെല്ലാവരും ശ്രദ്ധിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്.